2026 ലോകകപ്പിന്റെ റൗണ്ട് ഓഫ് 32-ൽ ഇത് ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്ത് ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് സ്റ്റേജിൽ ഒരു കന്നി വിജയം സ്വന്തമാക്കി മുഹമ്മദ് സലയും സംഘവും പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ഡള്ളസിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-2 തകർത്താണ് ഈജിപ്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. മത്സരത്തിന് 13-ാം മിനിറ്റിൽ ഈജിപ്ത് കളിയിൽ ലീഡെടുത്തു. കരീം ഹാഫിസ് ബോക്സിലേക്ക് നൽകിയ മനോഹരമായ ഒരു ക്രോസിൽ നിന്നും തകർപ്പൻ ഹെഡറിലൂടെ ഇമാം ആഷൂർ ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. ഈ ലോകകപ്പിൽ ആഷൂറിന്റെ രണ്ടാം ഗോൾ കൂടിയായിരുന്നു ഇത്. ആദ്യ പകുതിയിൽ ഈജിപ്ത് തങ്ങളുടെ ലീഡ് നിലനിർത്തി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഒമർ മർമൂഷിന് ലഭിച്ച ഒരു സുവർണാവസരം പുറത്തേക്ക് അടിച്ചു കളഞ്ഞത് ഈജിപ്തിന് തിരിച്ചടിയായി. ഈ പിഴവിന് വൈകാതെ തന്നെ ഈജിപ്ത് വലിയ വില നൽകേണ്ടി വന്നു. 62-ാം മിനിറ്റിൽ ഓസ്ട്രേലിയയുടെ ആയിഡൻ ഒനീൽ എടുത്ത ഒരു ഫ്രീ കിക്ക് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഈജിപ്ത് താരം മോഹമ്മദ് ഹാരിയുടെ തലയിൽ തട്ടി പന്ത് സ്വന്തം വലയിൽ തന്നെ കയറി. ടൂർണമെന്റിൽ ഹാനി വഴങ്ങുന്ന രണ്ടാമത്തെ ഓൺ ഗോൾ കൂടിയായിരുന്നു ഇത്. നിശ്ചിത സമയത്തിന്റെ അവസാന നിമിഷങ്ങളിൽ റാമി റാബിയുടെ ഒരു ബുള്ളറ്റ് ഹെഡർ ഓസ്ട്രേലിയൻ കീപ്പർ പാട്രിക് ബീച്ച് അവിശ്വസനീയമായി തട്ടിയകറ്റിയതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്കും പിന്നീട് ഷൂട്ടൌട്ടിലേക്കും നീണ്ടു. ഷൂട്ടൌട്ടിന് തൊട്ടു മുമ്പ് ഓസ്ട്രേലിയൻ കോച്ച് തങ്ങളുടെ പരിചയസമ്പന്നനായ കീപ്പർ മാറ്റ് റയാനെ കളത്തിലിറക്കിയെങ്കിലും അത് ഫലം കണ്ടില്ല. ഓസ്ട്രേലിയയുടെ ഹാരി സൗട്ടറും ലൂക്കാസ് ഹെറിങ്ടണും കിക്കുകൾ പാഴാക്കിയപ്പോൾ ഈജിപ്ത് തങ്ങളുടെ എല്ലാ കിക്കുകളും വലയിലെത്തിച്ചു. കനത്ത സമ്മർദ്ദത്തിനിടയിലും ഈജിപ്ത് ക്യാപ്റ്റൻ മുഹമ്മദ് സല എടുത്ത കൂൾ ആൻഡ് കമ്പോസ്ഡ് പനേങ്ക കിക്ക് ആരാധകരെ രോമാഞ്ചം കൊള്ളിച്ചു. ഒടുവിൽ ഹൊസാം അബ്ദുൽ മജീദിന്റെ അവസാന കിക്കിലൂടെ ഈജിപ്ത് 4-2 ചരിത്ര വിജയം ഉറപ്പിച്ചു. ജൂലൈ 7 അറ്റ്ലാന്റയിൽ വെച്ച് നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന കേപ്പ് വെർദെ മത്സരത്തിൽ വിജയികളെയാണ് ഈജിപ്ത് നേരിടുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.